ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ലാലേട്ടാ. അവിടെ നമ്മൾ കിടക്കുമ്പോൾ അവൾ വെറുതെ സ്റ്റോറി കണ്ടു എന്നാണ് പറയുന്നത്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. എന്താ കുറിപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്ത് കണ്ടു പറയൂ, എന്ത് കണ്ടു? പതിപ്പിന്റെ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ? എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. എന്ത് കാണും? നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്ത് കണ്ടു എന്ന് പറയൂ. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. അവർ തമ്മിൽ ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. എന്താ ഉറപ്പ്? ദാസ ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അപ്പൊ ഞങ്ങളാരും കണ്ടില്ലല്ലോ, അത് നിങ്ങൾ മാത്രം എങ്ങനെയാണ് കാണുന്നത്? ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. താങ്കൊണ്ടോ ഈ നുണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. അതുകൊണ്ടാണ് ഞങ്ങൾ കള്ളം പറയാണോ? എനിക്ക് അതറിയില്ല ലാലത്തെ, ഞാൻ കണ്ടതാണ് പറയുന്നത്. സത്യമായി പറയുന്നവരായി രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു. ഇത് 100-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്ക് അറിയാം. അതല്ല ഉദ്ദേശം, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെനിക്കറിയില്ല. അതെനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയാസം പറഞ്ഞിട്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഞാൻ കണ്ട കാര്യം പറയുന്നേ. അനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല. ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്നാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പ്? താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവുന്നു. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ തെമ്മാടത്തിൽ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?